ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പാലക്കാട് വന്നിരിക്കുന്ന ന്യൂ ഓപ്പൺ ആയിരിക്കുന്ന മൈജി ഫ്യൂച്ചർ മൈജിയുടെ ഷോപ്പിലാണ്. അപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത മൈജി ഷോപ്പിലാണ് നമ്മൾ ഇന്ന് പോയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ തിരക്കും ഓഫറും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ പാലക്കാട്ടുകാർക്ക് ഏറ്റവും ഓണത്തിന് ഏറ്റവും അധികം ഓഫറായിട്ട് ഈ ഒരു ഇന്നും, അതായത് 5-ാം തീയതിയും സെപ്റ്റംബർ 5-ഉം സെപ്റ്റംബർ 6-ാം തീയതി മാത്രമേ ഒരു ഓഫറോട് കൂടി ഇവർ അവിടുത്തെ പ്രൊഡക്റ്റുകളെല്ലാം അവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ തിരക്കായിരുന്നു അവിടെ. ഇവിടെ ഉദ്ഘാടനത്തിനായിട്ട് വന്ന ടൊവിനോയായിരുന്നു. അതുകൊണ്ട് ഞാൻ പോകുമ്പോഴത്തേനും ആൾ പോയി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ പോയപ്പോൾ അതിനകത്ത് കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ EMI വഴി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മാസത്തവണയിൽ നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും എടുക്കാവുന്നതാണ്. അതിലുപരി അവർ ഒരുപാട് ഗിഫ്റ്റും അതേപോലെ കുറേ കൂപ്പൺസും അങ്ങനെ കുറേ ഓഫറും അങ്ങനെ എല്ലാം അവർ നമുക്കായിട്ട് ഇന്ന് നാളേക്ക് മാത്രമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളോട് ഓഫറായിട്ട് കുറേ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ 10,000-ന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 1,300 രൂപ ക്യാഷ് ബാക്കും അവർ ഇന്നും നാളെയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സെപ്റ്റംബർ 5-ഉം സെപ്റ്റംബർ 6-ാം തീയതിക്കും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട്ടുകാർക്ക് മൈജി ഓണം മാസോണം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത്, മുതലാക്കുക. അപ്പോൾ എല്ലാവരും പാലക്കാട്ടിലെ മൈജി ഷോറൂമിലേക്ക് വിട്ടുള്ളൂ. അവിടുത്തെ പർച്ചേസ് പ്രൊഡക്ട്സ് എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. അവിടുത്തെ കസ്റ്റമേഴ്സ് സെയിൽസേഴ്സ് അവരൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനും കൂടെ പോയി ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫ്രിഡ്ജ് എടുത്തിരുന്നു. ഫ്രിഡ്ജിൻ്റെ ഫോട്ടോ ഞാൻ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂപ്പൺ ചോദിക്കാൻ മറക്കരുത്, ചോദിച്ച് മേടിക്കുക കേട്ടോ.